العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സഹോദരന്മാരെ, ഈമാനിനെ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങളിലെ രണ്ടാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഒന്നാമത്തതിനെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞു. അന്നാഖിദു സാനി, രണ്ടാമത്തെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രണ്ടാമത്തെ കാര്യം, മൻ ജഅല ബൈനഹു വ ബൈനല്ലാഹി വസായിത യദ്ഊഹും വയസ്അലുഹും അശ്ശഫാഅത വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅൻ. ഷെയ്ഖ് പറയാണ്, മൻ ജഅല ബൈനഹു വ ബൈനല്ലാഹി വസായിത, അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഇടയാളന്മാരെ വെക്കുക. അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു ഇടയാളനെ വെക്കുന്നതിനാണ്. എന്നിട്ട് യദ്ഊഹും, ആ ഇടയാളന്മാരോട് പ്രാർത്ഥിക്കും. വയസ്അലുഹും, ആ ഇടയാളന്മാരോട് ചോദിക്കും. അശ്ശഫാഅത്ത, അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യാൻ, അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ ഈ അടയാളന്മാരോട് ചോദിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. മാത്രമല്ല വയതവക്കലു അലൈഹിം, അവരിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യും. തവക്കുലും അവരിലാക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ, 2 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. യദ്ഊഹും വയസ്അലുഹും ശഫാഅത, ആ അടയാളന്മാരോട് ശഫാഅത്തിനെ ചോദിക്കുകയും അതുപോലെ തന്നെ അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതോടുകൂടെ രണ്ടാമത് പറഞ്ഞത് അവരിൽ തവക്കുലാക്കുകയും ചെയ്യുക എന്നാണ്. അപ്പോ മുസന്നിഫ് ഇവിടെ പറഞ്ഞത് ലാഹിറായ ഷിർക്കും പറഞ്ഞു, ബാത്തിനായ ഷിർക്കും പറഞ്ഞു. ലാഹിറായ ഷിർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവ് കൊണ്ട് പറയുന്നത്, യദ്ഊഹും വയസ്അലുഹും ശഫാഅത എന്ന് പറഞ്ഞത്, അതായത് അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഇടയാളന്മാരെയാക്കിയിട്ട് ആ ഇടയാളന്മാരോട് പ്രാർത്ഥിക്കുക, ആ അടയാളന്മാരോട് റബ്ബിനോടുള്ള ശഫാഅത്തിനെ ചോദിക്കുക. ഇങ്ങനെ വരുന്നതിനാണ് ലാഹിറായ ഷിർക്ക്, നാവ് കൊണ്ട് പറയുന്ന ഷിർക്കാണ്. ഇതാണ് മുൻകഴിഞ്ഞ മുശ്രിക്കീങ്ങളിൽ നിന്നുണ്ടായ ഷിർക്ക്. മുൻകഴിഞ്ഞ അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത് പോലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളിൽ നിന്ന് ഇതുപോലത്തെ ഷിർക്കാണ് വന്നിരുന്നത്. കാനു യദ്ഹബൂന ഇലൽ ലാത്ത വൽ ഉസ്സ, ലാത്തയിലേക്കും ഉസ്സയിലേക്കും അവർ പോയിട്ട് അവർ പറയും, യാ ലാത്ത് ഉദ്ഉ ലനാ റബ്ബക യുഗ്സിനാ, നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി മഴ പെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പറയണം, നിന്റെ റബ്ബിനോട് നീ പറയണം ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി എന്ന്. ഡയറക്റ്റ് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് മഴ വേണം എന്നല്ല പറഞ്ഞിരുന്നത്. ഈ ലാത്തയുടെ അടുത്തും ഉസ്സയുടെയും അടുത്ത് ചെന്നിട്ട് നിന്റെ റബ്ബിനോട് നീ ഞങ്ങൾക്ക് വേണ്ടി മഴ തേടാൻ വേണ്ടി തേടണം എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് അതേ ഷിർക്ക് നിലവിലുണ്ട്. ഏതുപോലെ? അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട്, മരിച്ചുപോയ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയും, യാ റസൂലല്ലാഹ് ഉത്ലുബ് റബ്ബക യഗ്സിനാ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് മഴ ഉണ്ടാവാൻ വേണ്ടി തേടണം എന്ന് നബിയോട് പറയുന്ന കാര്യം ഇന്ന് സാധാരണയായി നടക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് യാ റസൂലല്ലാഹ് ഉത്ലുബ് മിൻ റബ്ബിക യഗ്സിനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുക, നബിയെ ഞങ്ങൾക്ക് താങ്കളുടെ റബ്ബിനോട് മഴ തേടാൻ വേണ്ടി താങ്കൾ പറയണം എന്ന് റസൂലിനോട് ചോദിക്കുക. അതുപോലെ ഔ യാ റസൂലല്ലാഹ് ഇസ്അൽ റബ്ബക യുസവ്വിജ് ബിൻതി, എന്റെ മോളെ കല്യാണം ശരിയാവാൻ, അത് ശരിയാക്കി തരാൻ നിങ്ങൾ റബ്ബിനോട് എനിക്ക് വേണ്ടി ചോദിക്കണം എന്ന് നബിയോട് വാസിത്തയായി അള്ളാഹുവിന്റെയും
ഇവന്റെയും ഇടയിൽ ഒരു ഇടയാളനാക്കിയിട്ട് ചെയ്യുക. ഇതിനാണ് ഷിർക്ക്. ഫമൻ ജഅല ബൈനഹു വ ബൈനല്ലാഹി വസായിത, ആരെങ്കിലും അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഇങ്ങനെ ഇടയാളന്മാരെ യദ്ഊഹും മിൻ ദൂനില്ലാഹ്, അല്ലാതെ അള്ളഹാനോട് തേടാതെ എന്നിട്ട് അവരോട് തേടുന്ന ഈ രൂപമുണ്ട് എന്നുണ്ടെങ്കിൽ ഫഖദ് കഫറ, അവൻ കാഫിർ തന്നെയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നു. രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞത് ബാത്തിനായ ഷിർക്കാണ്. അതായത് തവക്കുലാക്കുക, അവരെ തവക്കുലാക്കുക, ഇടയാളന്മാരെ തവക്കുലാക്കുന്ന രൂപം, അഥവാ അത് ഹൃദയം കൊണ്ടുണ്ടാവുന്നതാണ്. തവക്കുൽ എന്ന് പറയുന്നത് ഇബാദത്തുൻ ഖൽബിയത്തുൻ, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ആരാധനയാണ് തവക്കുൽ, ഭരമേൽപ്പിക്കുക എന്നുള്ളത്. ആ തവക്കുൽ അള്ളാഹുൽ മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരുടെ മേൽ തവക്കുലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഷിർക്ക് തന്നെയാണ് എന്നർത്ഥം. പിന്നെ ഇതില് ഒരാള് പറയാണ്, യാ റസൂലല്ലാഹ് ഉത്ലുബ് മിൻ റബ്ബിക യർസുഖ്നി, നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി തേടണം എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ വാസത്തയാക്കുന്ന രണ്ടാമത്തതിൽ പെടും. എന്നാൽ പിന്നെ വേറെ ഒരാൾ പറയാണ്, യാ ബദവി, യാ ഷെയ്ഖ് ജീലാനി, യാ മടവൂരിനെ വിളിച്ചിട്ടോ ഷെയ്ഖ് ജീലാനിനെ വിളിച്ചിട്ടോ പറയാ, ഇസ്അൽ റബ്ബക അൻ യുസവ്വിജ ബിൻതി, എന്റെ മോളെ വിവാഹം ശരിയാവാൻ നിങ്ങൾ റബ്ബിനോട് എനിക്ക് വേണ്ടി തേടി തരണം എന്ന് പറയുകയാണെങ്കിൽ ഈ ഐറ്റത്തിലാണ് അത് പെടുക. അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു വാസിത്തയാക്കി എന്നുള്ളതാണ്. അപ്പൊ ആ വാസ്തയാക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം എതിർക്കുന്നതാണ്, അനുവദിക്കുന്നതല്ല. നേരെ മറിച്ച് പരിശുദ്ധ ഇസ്ലാമിലുള്ള പ്രാർത്ഥനയൊക്കെ വിശുദ്ധ ഖുർആനിൽ പല രൂപങ്ങളിലായി നമുക്ക് പരിശുദ്ധ ഇസ്ലാമിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന എടുത്തു കൊടുത്തിട്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ, അല്ലാഹുവേ നീ എനിക്ക് നല്ല സാലിഹായ സന്താനത്തെ തരണേ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്ന് റബ്ബിനോടുള്ള പ്രാർത്ഥന. അതാണ് ഇസ്ലാമിക പ്രാർത്ഥന. റബ്ബിനോട് സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് പ്രവാചകന്റെ പ്രാർത്ഥന? റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ, അള്ളാഹു നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ, നീ എനിക്ക് സാലിഹായ സന്താനങ്ങളെ തരണേ. അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് മലക്കന്റെ വിളിയാണമുണ്ടായി. ഫനാദത്തുഹുൽ മലായികത്തു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബി അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, അന്നേരം മലക്കുകൾ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന് സന്തോഷ വാർത്ത അറിയിച്ചു, അള്ളാഹു തആല നിങ്ങൾക്ക് യഹ്യയെ തരാമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, ഡയറക്റ്റ് റബ്ബിനോട്. ആ റബ്ബിനോട് ചോദിക്കാതെ റബ്ബിന്റെ ഒരു അടിമയെ അതിന്റെ ഇടയിൽ വെച്ച് ഔലിയാക്കന്മാരെയോ അമ്പിയാക്കന്മാരെയോ മറ്റുള്ളതിനെയോ എന്തിനെങ്കിലും ഇടയിൽ വെച്ചുകൊണ്ട് അവരോട് റബ്ബിനോട് ചോദിക്കാൻ പറയുന്ന സമ്പ്രദായം അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം. എന്ത്? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, മക്കയെ കുറിച്ച് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന, പഠിച്ചവനെ ഈ നാടിനെ നീ വിശ്വസ്തനായ ഒരു അമിനുള്ള ഒരു നാടാക്കി മാറ്റണമേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. അപ്പോ ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നത്. അതല്ലാത്ത പ്രാർത്ഥന പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. അത് ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ് എന്നർത്ഥം. അപ്പോ പിന്നെ ഒരാളുടെ പ്രാർത്ഥന, ഉദാഹരണത്തിന് അദ്ദേഹം പറയാണ്, യാ റസൂൽ അല്ലാഹ് ഇഷ്ഫഇലി ഔ യാ റസൂൽ അല്ലാഹ് കുൻ ഷഫീഅൻ ലി, ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് കാഫിറാകുന്ന പ്രാർത്ഥനയാണ്. എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണമേ എന്ന് നബിയോട് തേടുക. മരിച്ചുപോയ നബിയോട് യാ റസൂൽ അല്ലാഹ് ഇഷ്ഫഇലി, അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് താങ്കൾ ഷഫാഅത്ത് തേടി തരണം
എനിക്ക് ഷഫാഅത്ത് അള്ളയാണ് ഷഫാഅത്തിനെ കൊടുക്കുന്നവൻ. അള്ളാഹു ആണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് അള്ളയാണ് കൊടുക്കുന്നത്. ആ അള്ളാഹുവിനോടാണ് തേടേണ്ടത്. അങ്ങനെ അള്ളാഹുവിനോട് തേടാതെ റസൂലിന്റെ ഷഫാഅത്തിനെ റസൂലിനോട് തന്നെ ചോദിക്കുക എന്നുള്ളത് ഷിർക്കാകുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ പിന്നെ യാ റസൂലല്ലാഹ് ഇശ്ഫഅലി ഫിൽ മഹ്ശർ, എനിക്ക് മഹ്ശറയിൽ ഷഫാഅത്ത് തരണം, ഷിർക്കാണ്. അതല്ലെങ്കിൽ യാ ഷെയ്ഖ് ജീലാനി ഉഹ്ശുർനി മഅക ഫിൽ ജന്ന, താങ്കളോട് കൂടെ എന്നെ നിങ്ങൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് ഷെയ്ഖ് ജീലാനിയോട് പറയാ. അതല്ലെങ്കിൽ ഷെയ്ഖ് മടവൂരിനോട് പറയും. ഇതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കായ പ്രാർത്ഥനകളാണ്. എന്നാൽ ഒരാള് പറഞ്ഞു യാ റസൂൽ അള്ളാന്റെ റസൂലിനെ വിളിച്ചിട്ട് റസൂലിനോട് പറയാണ് എന്താണ്, ഇസ്അൽ റബ്ബക അൻ യശ്ഫഅ ലി യൗമൽ ഖിയാമ എന്ന് പറയുകയാണെങ്കിൽ അന്ത്യനാളിൽ എനിക്ക് നിങ്ങൾ ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി റബ്ബിനോട് നിങ്ങൾ ചോദിക്കണം എന്ന് നബിയോട് ഇപ്പോൾ ഡയറക്റ്റായി ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഇടയിൽ ഇടയാളനെ വെക്കുന്ന ഉദാഹരണത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചു, എന്ത്, യാ റബ്ബി ഇജ്അലിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യശ്ഫഉ ലി ഫിൽ മഹ്ശർ, അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. യാ റബ്ബി, എന്റെ റബ്ബേ, ഇജ്അലിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയെ നീ ആക്കണം, എനിക്ക് മഹ്ശറയിൽ ഷഫാഅത്ത് ചെയ്യുന്ന ആളാക്കി പ്രവാചകനെ നീ ആക്കണം എന്ന് അള്ളാഹുവിനോട് തേടിയാൽ അത് ശർഇയ്യ അംഗീകരിച്ച പ്രാർത്ഥനയാണ്. നേരെ മറിച്ച് നബിയോട് ഷഫാഅത്തിനെ തേടിയാലോ അത് ഇസ്ലാം അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒരാൾ പ്രാർത്ഥിക്കുക, യാ അല്ലാഹ് അദ്ഖിൽനി മഅ വാലിദയ്യ ഫിൽ ജന്ന, അള്ളാഹുവെ എന്റെ മാതാപിതാക്കളോടുകൂടെ നീ എന്നെ സ്വർഗത്തിൽ കടത്തണേ എന്ന് പ്രാർത്ഥിക്കുക. അത് അള്ളാഹിനോടാണ് പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. അതുപോലെ യാ അല്ലാഹ് അദ്ഖിൽനി മഅ സഹാബത്തി ഫിൽ ജന്ന, അള്ളാഹുവെ സഹാബത്തിന്റെ കൂടെ എന്നെ നീ സ്വർഗത്തിൽ, അള്ളാഹിനോട് ഡയറക്റ്റ് ഉള്ള പ്രാർത്ഥന, അതാണ് ശർഇയ്യായ പ്രാർത്ഥന. മറ്റത് ഷിർക്കാണ്. പിന്നെ ഖൽബിയായ ഇബാദത്ത് തവക്കുൽ നമ്മൾ പറഞ്ഞു. തവക്കുല് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അപ്പൊ ഒരാൾ പറയാണ്, ഒരു ഷഖ്സിന്, ഒരാൾക്ക് രോഗിയായി, ആ രോഗിയായപ്പോ അയാളോട് പറഞ്ഞു താലജ് പോയി ഡോക്ടറെ പോയി കാണണോ ചികിത്സിക്കണോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറയണില്ല, അന മുത്തവക്കിലുൻ അലൽ ഹുസൈൻ, ഞാൻ ഹുസൈനിൽ തവക്കുലാക്കിയിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്റെ സൂക്കട് മാറ്റും, ഷെയ്ഖ് മടവൂരി എന്റെ സൂക്കട് മാറ്റും, ബദ്രീങ്ങൾ എന്റെ സൂക്കട് മാറ്റും, മൊഹിയുദ്ദീൻ ഷെയ്ഖ് എന്റെ സൂക്കട് മാറ്റും, മമ്പുറം തങ്ങൾ എന്റെ സൂക്കട് മാറ്റും, ഞാൻ ഡോക്ടറത്തൊന്നും പോകൂല. അപ്പോ ഈ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ തവക്കുലാക്കിയാൽ അത് ശരിയല്ല. ആ മനസ്സിലുള്ള വിചാരം തന്നെ, ഞാൻ അവരെ തവക്കുലാക്കുന്നു, അവരെ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള തവക്കുല് തന്നെ അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഷിർക്കാണ്. അതുകൊണ്ടാണ് തവക്കുല് ഷിർക്കാണ്. അതുപോലെ തന്നെയാണ് ഭയപ്പാട്. ഭയപ്പാട് അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ, അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഭയപ്പെടാൻ പാടില്ല. അപ്പൊ ഒരാളോട് പറയാണ് എന്ത്, ലാ തദ്ഹബ് തദ്ഉ സാഹിബൽ ഖബർ, ഖബറാളിനോട് പോയിട്ട് പ്രാർത്ഥിക്കരുത് കേട്ടോ, മമ്പർത്ത് തങ്ങളുടെ ജാറത്തിങ്ങൾക്ക് നീ പോവരുത് കേട്ടോ, മടവൂരിന്റെ ജാറത്തിങ്ങൾക്ക് നീ പോവരുത് കേട്ടോ, വെളിയങ്കോട് പല ജാറത്തിങ്ങൾക്ക് നീ പോവരുത് കേട്ടോ എന്ന് അവനോട് നീ പറഞ്ഞു. ഒരാളോട് പറയുകയാണെങ്കിൽ അപ്പോൾ അവൻ പറയും എന്താണ്, ലൗമാ ദഅഉതുഹു അഖാഫു യദുറുനി ബിമറദിൻ ഔ മൗത്തിൻ ഔതി ഔലാദി, ഞാൻ അങ്ങോട്ട് പോയിട്ട് അവരോട് തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് വല്ല രോഗം ഉണ്ടാകും, അവരുടെ ഭാഗത്ത് എന്റെ മക്കൾ മരിച്ചു പോകും, ഇതുപോലത്തെ വലിയ അപകടങ്ങൾ എനിക്ക് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോകും, അവരോട് തേടും, അവരോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ അത് ഭയപ്പാടാണ്. അവരടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അവരിൽ നിന്നുള്ള പ്രയാസം എനിക്ക് അനുഭവിക്കേണ്ടി വരും, അവർ മുഖേന എനിക്ക് രോഗമുണ്ടാകും, ഞാൻ പോയിട്ടില്ലെങ്കിൽ എനിക്ക് അപകടമുണ്ടാകും. അങ്ങനെയുള്ള ഭയപ്പാട് ഒരാളിനുണ്ടായാൽ അതെന്താണ്, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഇബാദത്താണ്, അത് വലിയ ഷിർക്കാണ്, അത് ഒരിക്കലും പാടുള്ളതല്ല. പേടി എന്നുള്ളത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് റഹബത്ത്, റഹബത്ത്, റജാ, ആഗ്രഹം, ഇതൊക്കെ അള്ളാഹുവിനോടേ പാടുള്ളൂ.
ഒരാളോട് പറയാണ് എന്ത്, ഒത്തുലുബുർ റിസ്ഖ്, നീ പോയി പണിയെടുത്ത് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചെലവ് കണ്ടെത്തോടോ എന്ന് ഒരാളോട് പറഞ്ഞപ്പോ അയാൾ പറയാണില്ല, അന അർജു മിനൽ ഹുസൈൻ അൻ യർസുഖനി, എനിക്ക് അന്നം എന്റെ ഷെയ്ഖ് കൊടുത്തു തരും, എന്റെ മടവൂർ എനിക്ക് അന്നം തരും, എന്റെ മമ്പുറന്തങ്ങൾ എനിക്ക് അന്നം തരും എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ ആഗ്രഹം അവരിലേക്ക് ആക്കുകയാണെങ്കിൽ അത് ഷിർക്കാണ്. അള്ളാഹു അതിൽ നിന്ന് മനുഷ്യരെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ചെയ്താൽ ഇജ്മാ എന്ന നിലക്ക് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം അത് ഷിർക്കിലാണ് പെടുക എന്നർത്ഥം. ഇനി മൂന്നാമത്തെ വിശ്വാസത്തെ മുറിച്ച് കളയുന്ന കാര്യം 2 കഴിഞ്ഞു. മൂന്നാമത്തേത് അസ്സാലിസു മല്ലം യുകഫിറിൽ മുശ്രിക്കീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ ഇജ്മാഅ. ഒരാള് മുശ്രിക്കീങ്ങളെ കാഫിറാക്കിയില്ല, മുശ്രിക്കീങ്ങളൊന്നും കാഫിരിങ്ങളല്ല എന്ന് വിശ്വസിച്ചു, അതല്ലെങ്കിൽ അവരുടെ കുഫറിൽ അവനക്ക് ഡൗട്ട് ഉണ്ടായി. ഇത് രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. പക്ഷേ മുശ്രിക്കീങ്ങൾ കാഫിറാണ് എന്നൊരുത്തൻ വിശ്വസിച്ചില്ല, അതല്ലെങ്കിൽ മുശ്രിക്കീങ്ങളൊക്കെ കാഫിർ ആകുമോ എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടായി. അതല്ലെങ്കിൽ ഔ സഹഹ മദ്ഹബഹും, അവരുടെ മദ്ഹബിനെ ശരിയാക്കി, എന്താ അവർ ചെയ്യുന്നതും ശരിയില്ലേ, അവര് ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങൾ നല്ലതാണല്ലോ, അവരുടെ മദ്ഹബിനെ സഹിയാക്കി കഴിഞ്ഞാൽ കഫറ ഇജ്മാഅൻ. ഈ 3 കാര്യങ്ങളിൽ ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒന്ന്, മുശ്രിക്കീങ്ങൾ ആക്കിയിട്ടില്ല, മുശ്രിക്കീങ്ങളെ അവൻ കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ അവരുടെ കുഫറിൽ അവർക്ക് സംശയമുണ്ടായി, മുശ്രിക്കീങ്ങളൊക്കെ എങ്ങനെ കാഫിരീങ്ങളാവുക, അവര് നല്ലതൊക്കെ ചെയ്യുന്നില്ലേ. അതല്ലെങ്കിൽ അവരുടെ മദ്ഹബിനെ, അവരുടെ പ്രവൃത്തിയെ അവൻ നന്നാക്കി, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണല്ലോ, മറ്റുള്ളവരെ സഹായിക്കലാണല്ലോ, അതൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ സഹിയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്തോടു കൂടെ എല്ലാ മതങ്ങളും ഇല്ലാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതമാകുന്ന ദീനുൽ ഇസ്ലാം മുൻകഴിഞ്ഞു പോയ മുഴുവൻ മതങ്ങളെയും മായ്ച്ചു കളഞ്ഞില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതമല്ലാതെ മറ്റൊരു മതമില്ല ശേഷിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ മതങ്ങളും അത് തെറ്റാണ്, അത് അനിസ്ലാമികമാണ്, ശിർക്കാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കലുള്ള അംഗീകരിച്ച മതം അത് ഇസ്ലാം മാത്രമാണ്. വേറൊരു മതം അള്ളാഹുവിന്റെ അടുത്തൽ സ്വീകാര്യോഗ്യമല്ല. അതുപോലെ മറ്റൊരായത്തിൽ ആലി ഇംറാൻ അല്ലാഹു തആല പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാതെ മറ്റൊരു വഴിയെ ദീനായി ഒരാൾ അംഗീകരിക്കുകയാണെങ്കിൽ അള്ളാഹു അവനിൽ നിന്ന് ഒന്നും തന്നെ സ്വീകരിക്കുന്നതല്ല, ആഖിറത്തിൽ അവൻ നഷ്ടകാരികളിൽ പെട്ടുപോകും. അപ്പൊ ഇസ്ലാമല്ലാത്ത മല്ലത്തിനും പിൻപറ്റുകയാണെങ്കിൽ അത് ദീനല്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല, അവൻ നഷ്ടകാരികളിൽ പെട്ടവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു. അതുപോലെ സഹീഹ് മുസ്ലിമിന്റെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണെന്ത്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലാ യസ്മഉ ബി അഹദും മിൻ നാദിൽ ഉമ്മ, ഈ സമുദായത്തിൽപ്പെട്ട ആരും എന്നെ കേൾക്കുകയില്ല, അത് യഹൂദിയുൻ വലാ നസറാനിയുൻ, ജൂതനാവട്ടെ ക്രൈസ്തവനാവട്ടെ, സുമ്മ യമൂത്തു, എന്നിട്ട് അവൻ മരണപ്പെടുക, വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി, എന്നെ അയച്ച വിശ്വാസത്തിൽ അള്ളാഹുൽ അവർ വിശ്വസിക്കാണ്ടാണ് മരിച്ചതെങ്കിൽ, എന്നിൽ നിന്ന് കേൾക്കുന്ന ആളുകൾ, ഈ സമുദായത്തിൽ നിന്ന് എന്നെ കേൾക്കുന്ന ആളുകൾ, ആ കേൾക്കുന്ന ആളുകൾ ജൂതനാവട്ടെ ക്രൈസ്തവനാവട്ടെ ആരാവട്ടെ, അവർ മരിക്കുന്ന സമയത്ത് എന്നെ അയച്ച അള്ളാഹുൽ അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇല്ലാ കാന മിന്ന സുഹാബിന്നാർ, അവരൊക്കെ നരകവാസികളാണ്, മുശ്രിക്കീങ്ങളായി പോകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്ത്, അയക്കല്
മറ്റുള്ള എല്ലാ ദീനുകളും ബാത്തിലാണ് എന്നത് തെളിവാണ്. അതുകൊണ്ട് തന്നെ മുശ്രിക്കീങ്ങളായ ആളുകൾ കാഫിർ അല്ല എന്ന് വിശ്വസിക്കുകയോ അവരുടെ കുഫറിൽ ഡൗട്ട് രേഖപ്പെടുത്തുകയോ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതൊക്കെ നല്ലതാണ്, അതിനെന്താ തെറ്റ്, പടച്ചോട്ടൊന്ന് കൂലി കിട്ടും എന്നുള്ള നിലയിൽ വിശ്വസിക്കുകയോ ചെയ്താൽ അതൊക്കെ തെറ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്നർത്ഥം. അവരുടെ മദ്ഹബിനെ സഹിയാക്കുക എന്ന് പറഞ്ഞാല് എന്താണ്? വലൗ അന്ന ഷഖ്സൻ ഇഅ്തഖദ വാഹിദത്തൻ വഅൻകറ ലുഹറ ഫഇന്നഹു യക്ഫുറു. അതായത് ഒരാള് വിശ്വസിക്കുകയാണ്, എന്താണ്, അവര് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നല്ലതാണ്, ചിലതൊക്കെ മോശമാണ്, അപ്പൊ നല്ലതിനെ നമ്മൾ അംഗീകരിക്കണ്ടേ, അതൊക്കെ ഒരു അള്ളാഹു അവന് സ്വീകരിക്കുന്നതാണ്, ആ രൂപത്തിൽ പറയാൻ പാടുള്ളതല്ല. കാരണം മുശ്രിക്കീങ്ങൾ എല്ലാവരും കുഫാറുകളാണ്, അവരുടെ ദീനൊക്കെ നല്ലതാണ് എന്നൊരുത്തം പറഞ്ഞു. ഒരാൾ പറയാണ് ഇന്നൽ മുശ്രിക്കീന കുഫാറുൻ, മുശ്രിക്കീങ്ങളൊക്കെ കാഫിരീങ്ങൾ തന്നെയാണ്, ലാക്കിൻ ദീനും സഹിയും, അവരുടെ മതം അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഹിയാണ്, നല്ലതാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ അതും കുഫറിൽപ്പെട്ടതാണ്. അതല്ലെങ്കിൽ ഒരാൾ പറയാണ് ഇന്ന ദീനൽ മുശ്രിക്കീന ബാത്തിലുൻ, മുശ്രിക്കീങ്ങളുടെ ദീന് ബാത്തിലാണ്, പക്ഷേ ഹും മുസ്ലിമൂൻ, അവര് മുസ്ലിമീങ്ങളെ പോലെ തന്നെയാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, മതം ബാത്തിലാണെങ്കിലും ദീന് ബാത്തിലാണെങ്കിലും അവർ മുസ്ലിമീങ്ങളെ പോലെ തന്നെയാണല്ലോ, ഇങ്ങനെ വിശ്വസിച്ചാലും അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുപോലെ എന്ത് പറയാ, ദീനുൻ നസാറ സഹീഹുൻ, നസാറാക്കളുടെ മതം നല്ലതാണ്, ഔഹും അലാ ഹഖിൻ, നമ്മളും അവരും ഹക്കിലാണ്, വനഹനു അലാ ഹക്കിൻ, നമ്മളും നല്ലത്, എല്ലാ മതങ്ങളും സർവ മതങ്ങളും നല്ലതാണ്, എല്ലാ മതങ്ങളും നല്ലതാണ്, അവരും ഹക്കിലാണ്, സത്യത്തിലാണ്, നമ്മളും സത്യത്തിലാണ്. അതല്ലെങ്കിൽ ഒരാൾ പറയാം ആരെങ്കിലും ക്രിസ്തുമതം അംഗീകരിച്ചാൽ അതൊക്കെ നല്ല തന്നെയാണ്, അത് മുഖേന അവൻ സ്വർഗത്തിലൊക്കെ കടക്കും, മുഹമ്മദ് നബിയെ പിൻപറ്റിയാൽ അതും നല്ലതാണ്, അവനും സ്വർഗത്തിൽ കടക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് കുഫറിന്റെ അടയാളമാണ്, കുഫറിൽപ്പെട്ടതാണ് എന്നർത്ഥം. പിന്നെ വിശുദ്ധ ഖുർആനിൽ ജൂതന്മാരെ പറ്റി പറഞ്ഞത്, ക്രൈസ്തവരെ കുറ്റി പറഞ്ഞ എന്താണ്? വഖാലു, അവർ പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, അവരാരും സ്വർഗത്ത് കടക്കൂല, ഒന്നുക്കൽ അവര് ജൂതനാവണം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആവണം. തിൽക അമാനിയും, അത് അവരുടെ കൊതിയാണ്, അവരുടെ ആഗ്രഹമാണ്, പക്ഷേ അവരുടെ മതം ബാത്തിലാണ്, അള്ളാഹുവിന്റെ മതമായ പരിശുദ്ധ ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് നാം വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും വേണം. പിന്നെ അതുപോലെ ഒരാൾക്ക് പറയാൻ പറ്റൂല എന്ത്, ഹും ദീനുഹും സഹീഹുൻ വയദ്ഹബൂന ലിൽ കനായിസി, അവരുടെ മതമൊക്കെ നല്ല മതം തന്നെയാണ്, അവർ പള്ളികളിലൊക്കെ ക്രിസ്ത്യൻ പള്ളിയിലേക്കൊക്കെ മുടങ്ങാണ്ട് ഇബാദത്തിന് പോകുന്നുണ്ടല്ലോ, വനഹനു നത്തബിഉ ദീനന, നമ്മൾ നമ്മുടെ മതത്തെ പിൻപറ്റുന്നു, വനദ്ഹബുലിൽ മസാജിദ്, നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുന്നു, അവരും അവരുടെ ദീനനുസരിച്ച് അവരവരെ പള്ളിയിലേക്ക് ഭയങ്കര വിശ്വാസമാണ്, എല്ലാ ടൈമിലും ഞായറാഴ്ചകളിലെ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയല്ല, അത് പരിശുദ്ധ ഇസ്ലാമിനെതിരാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം, ഇസ്ലാമിൽ നിങ്ങൾ പ്രവേശിക്കുവീൻ, കാഫത്തൻ, പരിപൂർണമായി, ഐ ഉദ്ഖുലൂ ഫിൽ ഇസ്ലാമി ജമീഅൻ, എല്ലാ നിലക്കും നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യണം, ഇസ്ലാം അല്ലാത്തതൊന്നും ശരിയല്ല, പരിശുദ്ധ ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം. അള്ളാഹു തആല മറ്റൊരായത്തിൽ പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ മാർഗങ്ങൾ പിന്തുടരരുത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാമിൽ നിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കുക, ഷൈത്താന്റെ മാർഗത്തെ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുതേ എന്ന് അള്ളാഹു തആല പറഞ്ഞു. അതുപോലെ മറ്റൊരായത്തിൽ അള്ളാഹു തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ,
മുഹമ്മദ് നബിയെ താങ്കളെ അള്ളാഹു പറഞ്ഞയച്ചത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുവാനും ആഖിറത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനും അവരെ താങ്കളെ അപ്പോ എല്ലാ ജനങ്ങളിലേക്കുമുള്ള പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടത്. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. അള്ളാഹു താല ഖുർആനിനെ അള്ളാഹു താലാന്റെ അടിമയായ മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തത് എന്തിനാണ്? ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകര്. അല്ലാത്തത് മുഴുവൻ ലോകരാണ്. അപ്പൊ എല്ലാ ജനങ്ങൾക്കും എല്ലാ ലോകർക്കും മുന്നറിയിപ്പായിട്ട് അള്ളാഹു താല മുഹമ്മദ് നബിക്ക് ഇറക്കിയ വിശുദ്ധ ഖുർആൻ, അതാണ് ദീന്. അപ്പൊ അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഫജമീഉൽ അദിയാനി ബാത്തിലത്തുൻ സിവാ ദീനിൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം അല്ലാത്ത മറ്റുള്ള എല്ലാ മതങ്ങളും ബാത്തിലാണ്. അതുകൊണ്ട് ഫലാ യഖൂലു ശഖ്സുൻ, ഒരാൾക്ക് പറയാൻ പറ്റൂല എന്ത്? അൻ നസാറ അലൽ ഹഖി വനഹ്നു അലൽ ഹഖ്, ക്രിസ്ത്യാനികളും സത്യത്തിലാണ്, നമ്മളും സത്യത്തിലാണ്. ഹും യത്തബിഊന നബിയഹും ഈസ അലൈഹിസ്സലാം വനഹ്നു നത്തബിഉ നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ അവരുടെ പ്രവാചകനായ ഈസാ നബിയെ പിൻപറ്റുന്നു, നമ്മൾ നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നു എന്ന് പറയാൻ പാടുള്ളതല്ല. മുഹമ്മദ് നബിയെ പിൻപറ്റലല്ലാതെ വേറൊരു വഴി ആർക്കും ലോകർക്ക് ഇല്ല എന്ന്. അതാണ് കാരണം. ജമീഉൽ അദിയാനി മൻസൂഖത്തും ബിദീനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനോടുകൂടെ എല്ലാ മതവും ബാത്തിലായി, നാസിഖാണ്, മൻസൂഖായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ മുശ്രിക്കീങ്ങൾ കാഫിറാണ് എന്ന് തന്നെ വിശ്വസിക്കണം. മുശ്രിക്കീങ്ങളുടെ കുഫറിൽ ഒരിക്കലും അവർ കാഫിർ അല്ല എന്ന് വിശ്വസിക്കുകയോ അവരുടെ കുഫറിൽ ഡൗട്ട് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞു. ധാരാളം ആയത്തുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഈ ദീൻ പിൻപറ്റാത്ത ആളുകൾ ദീനിൽ നിന്ന് പുറത്താണ് എന്ന് പറയുന്ന ധാരാളം ആയത്തുകളെ കാണാൻ സാധിക്കും. അള്ളാഹു തആല പറഞ്ഞു, വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും തേടിക്കഴിഞ്ഞാൽ അവനിൽ നിന്ന് ഒന്നും തന്നെ സ്വീകാര്യമല്ല. സൂറത്ത് ആൽ ഇമ്രാനിൽ അള്ളാഹു തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യമായ യോഗ്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. അതുപോലെ അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅദ്ദ ലഹും സഈറ, അള്ളാഹു തആല കാഫിരീങ്ങളെ ശപിച്ചിരിക്കുന്നു, അവർക്ക് അള്ളാഹു തആല നരകത്തെ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനല്ലാത്ത മറ്റുള്ള എല്ലാ മതങ്ങളും ബാത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയാണ്, ഫമൻ യക്ഫുറു ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ ഉസ്ഖ, താഗൂത്തിനെ ആരെങ്കിലും നിഷേധിച്ചാൽ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്കാണ് താഗൂത്ത് എന്ന് പറയാ, അവയിൽ നിഷേധിക്കുകയും വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനാണ് യഥാർത്ഥ മതത്തെ തെരഞ്ഞെടുത്തവൻ, അവനാണ് യഥാർത്ഥ പരിശുദ്ധ ഇസ്ലാമിനെ അംഗീകരിച്ചവൻ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കണം. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, രോഗികൾക്ക് വേണ്ടിയും അതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങളിൽ രോഗികൾക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ, നീ ശിഫ നൽകണമേ റഹ്മാനെ, നീ ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ മരിച്ചുപോയ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കൂട്ടുമക്കൾ, അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട ആളുകൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകാർ, റഹ്മാനെ സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹിദായത്തിലായി മരിക്കുന്നത് വരെ ഹിദായത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഹാദാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത
അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.